തിരുവനന്തപുരത്ത് ശ്രീകാര്യത്ത് വൻ കവർച്ച. വീട്ടിൽ നിന്ന് 15 പവനും 4 ലക്ഷം രൂപയും കവർന്നു. കേരള സർവകലാശാല മുൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ അനിൽകുമാറിന്റെ വീട്ടിൽ നിന്നാണ് മോഷണം ഉണ്ടായത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, അടഞ്ഞുകിടന്ന വീട്ടിൽ നിന്നാണ് ഈ വലിയ കവർച്ച. അത് വീടിൻ്റെ മുൻവാതിൽ വെട്ടിപ്പൊളിച്ച് കള്ളനകത്ത് കടന്നു എന്നുള്ളതാണല്ലോ ഇപ്പോൾ ലഭിക്കുന്ന സൂചന. കൂടുതൽ വിവരങ്ങൾ പ്രശാന്ത്. ഇതിലൂടെ വലിയ രീതിയിലുള്ള ഒരു കവർച്ചയാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ 9:30 കൂടിയാണ് ഈ സംഭവം വീട്ടുകാർ അറിയുന്നത്. വീട്ടിൽ 4 ദിവസമായി അടഞ്ഞു കിടക്കുന്ന വീടായിരുന്നു. വീട്ടിലെത്തി നോക്കുമ്പോഴാണ് വീടിന്റെ മുൻവശത്തെ വാതിൽ വെട്ടിപ്പൊളിച്ച നിലയിൽ കാണപ്പെട്ടത്. തുടർന്ന് നോക്കിയ പരിശോധനയിലാണ് 15 പവന്റെ ആഭരണങ്ങളും 4 ലക്ഷം രൂപയും നഷ്ടമായതായിട്ടുള്ള വിവരം അറിയുന്നത്. തുടർന്ന് സ്വീകാര്യം പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. കേരള സർവകലാശാലയുടെ മുൻ അസിസ്റ്റന്റ് രജിസ്ട്രാറായിരുന്ന അനിൽകുമാറിന്റെ വീട്ടിലാണ് കരിയത്തെ വീട്ടിലാണ് മോഷണം നടന്നത്. പോലീസും ഫോറൻസിക് വിദഗ്ധരും അടക്കം സ്ഥലത്തെത്തി ഇപ്പോഴും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും നിലവിലൊന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും പരിശോധനകൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ സ്ഥലത്തെ ഈ പ്രദേശത്തെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കാനും പോലീസ് തയ്യാറാകുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തലസ്ഥാനത്തെ മോഷണ സംഘങ്ങൾ പെരുകുന്നു എന്നൊരു വാർത്ത നേരത്തെ ഉണ്ടായിരുന്നു. അതിന് ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. പുലർച്ചെയാണ് ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് മോഷണ വിവരം പുറത്തറിയുന്നത്. കേരള സർവകലാശാലയിലെ അസിസ്റ്റന്റ് രജിസ്ട്രാർ അനിൽകുമാറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വലിയൊരു കവർച്ചയാണ് നടന്നത്. വീടിന്റെ മുൻവശത്തെ വാതിൽ വെട്ടി തുറന്നുകൊണ്ടാണ് ഈ മോഷണ സംഘം അകത്ത് കയറിയതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതികളെ കുറിച്ചും. അതോടൊപ്പം തന്നെ സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധരടക്കം എത്തി വിരലടയാളം അടക്കമുള്ള എടുക്കുവാനുള്ളൊരു നീക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. വിനോദ്. പ്രശാന്ത്, അതേപോലെ തന്നെ ഈ CCTV ദൃശ്യങ്ങൾ ലഭിക്കുമ്പോൾ കൂടുതൽ തെളിവുകൾ ലഭിക്കുമല്ലോ. പ്രത്യേകിച്ചും മുഖംമൂടി അണിഞ്ഞുകൊണ്ടാണോ അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഇവർ എത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സമീപത്തെ വീട്ടിലൊക്കെ ആ മേഖലയിലൊക്കെ CCTV ഉണ്ടാകുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ദൃശ്യങ്ങൾ ഏറെ നിർണായകമാകുമല്ലോ പ്രശാന്ത്. വിനോദ്, തീർച്ചയായും CCTV ദൃശ്യങ്ങൾ പ്രതിയെ കണ്ടെത്തുന്നതിൽ നിർണായകമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആരാണ് അല്ലെങ്കിൽ ഏത് സംഘങ്ങളായിട്ട് എത്തിയതാണോ ഒറ്റയ്ക്ക് എത്തിയതാണോ എന്നടക്കമുള്ള വിവരങ്ങൾ ഇനി ലഭിക്കണമെങ്കിൽ പോലീസിന് CCTV ദൃശ്യങ്ങൾ കൂടി ലഭിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ കരിയം പ്രദേശത്തേക്ക് പോകുന്ന ഭാഗങ്ങളിലുള്ള വഴിയോരങ്ങളിലുള്ള CCTV ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് വീടുകളിലുള്ള CCTV ദൃശ്യങ്ങളടക്കം പോലീസ് സ്വീകരിച്ചുകൊണ്ടായിരിക്കും തുടരന്വേഷണം അടക്കം നടത്തുന്നത്. മറ്റൊന്ന് എന്ന് പറയുന്നത് 4 ദിവസമായിട്ട് ഈ വീട് അടഞ്ഞു കിടക്കുകയായിരുന്നു. ഈ വീട്ടിലുള്ളവർ മറ്റ് സ്ഥലത്ത് എവിടെയോ പോകുകയായിരുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ അടഞ്ഞു കിടക്കുന്ന വീടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ മോഷ്ടാക്കൾ അവിടേക്ക് എത്തിയതെന്ന് വേണം നമുക്കപ്പോൾ അനുമാനിക്കേണ്ടത്. എന്തായാലും വീടിന്റെ ഒരു സ്ഥിതി വിവരങ്ങളും അതോടൊപ്പം തന്നെ വീട്ടിൽ ആളുതാമസമില്ലാത്ത സ്ഥിതിയാണെന്നടക്കമുള്ള കാര്യങ്ങൾ മോഷ്ടാക്കൾ നേരത്തെ അറിഞ്ഞുകൊണ്ടൊരു മോഷണമായിരിക്കണം. അല്ലെങ്കിൽ മുൻവശത്തെ വാതിൽ ആണ് വെട്ടിപ്പൊളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആള് ഇല്ലാത്ത വീടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മോഷ്ടാക്കൾ എത്തിയതെന്ന് വേണം നമുക്ക് നിലവിൽ അനുമാനിക്കേണ്ടത്. എന്തായാലും വലിയ കവർച്ചയാണ്. തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വലിയ കവർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം തലസ്ഥാന നഗരിയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം കൂടിയാണ് ശ്രീകാര്യം എന്ന് പറയുന്നത്. ആ ശ്രീകാര്യത്ത് കരിയം എന്ന് പറയുന്ന ആ സ്ഥലത്താണ് മോഷണം നടന്നത്. അതും കേരള സർവകലാശാലയുടെ മുൻ അസിസ്റ്റന്റ് രജിസ്ട്രാറായ അസിസ്റ്റന്റ് രജിസ്ട്രാർ അനിൽകുമാറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. എന്തായാലും പോലീസ് സ്ഥലത്തെത്തി പോലീസും അതോടൊപ്പം തന്നെ വിരലടയാള വിദഗ്ധരും വീട്ടിൽ എത്തിയിട്ടുണ്ട്. മോഷണം നടന്ന വീട്ടിലെത്തി പരിശോധനകളടക്കം നടന്നു വരികയാണ്. വിരൽ അടയാളങ്ങളടക്കം ശേഖരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കുന്നത്. എന്തായാലും പോലീസ് മോഷ്ടാക്കളെ ഉടൻ തന്നെ പിടികൂടും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിലെല്ലാം CCTV ദൃശ്യങ്ങൾ ഉള്ളതാണെന്ന് വേണം അനുമാനിക്കേണ്ടത്. കാരണം ഒരു നഗരത്തിന്റെ തന്നെ ഒരു ഹൃദയഭാഗം എന്ന് പറയാവുന്ന സ്ഥലം കൂടിയാണ് ശ്രീകാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കുകയും മാത്രമല്ല അതിലൂടെ കടന്നുപോയ വാഹനങ്ങളടക്കം നിരീക്ഷിച്ചുകൊണ്ടൊരു അന്വേഷണമായിരിക്കും പോലീസ് നടത്തുക. അതിലൂടെ പ്രതികളെ പരമാവധി കണ്ടെത്താനുള്ള ശ്രമമായിരിക്കും പോലീസ് ചെയ്യുക. വിനോദ്. തിരുവനന്തപുരം ശ്രീകാര്യത്താണ് വൻ കവർച്ച നടന്നിട്ടുള്ളത്. വീട്ടിൽ നിന്ന് 15 പവനും 4 ലക്ഷം രൂപയും കവർന്നെടുത്തിരിക്കുന്നു. കേരള സർവകലാശാല മുൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ അനിൽകുമാറിൻ്റെ ശ്രീകാര്യത്തുള്ള വീട്ടിലാണ് മോഷണം നടന്നത്. 4 ദിവസമായി വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. ഇത് മനസ്സിലാക്കിയ മോഷ്ടാക്കളാണ് വീടിൻ്റെ മുൻവാതിൽ തകർത്ത് വലിയ കവർച്ച നടത്തിയിട്ടുള്ളത്. എന്തായാലും പോലീസും വിരലടയാള വിദഗ്ധരും ഒക്കെ തന്നെ അവിടെ എത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.